എന്ന് പറഞ്ഞാൽ നമ്മൾ ഫാസിസം എന്ന് പറയുന്ന എല്ലാം തന്നെ എല്ലാ മാതൃകകളും ഈ ഇന്ത്യൻ ഫാസിസത്തേക്കാൾ വളരെ കുറച്ച് സമയം മാത്രം നിലനിന്നതും, മറിച്ച് യുദ്ധം പോലെയുള്ള വളരെ പെക്യുലിയർ ആയിട്ടുള്ള വളരെ സവിശേഷമായിട്ടുള്ള സംഗതികളാൽ തുടച്ചു നീക്കപ്പെട്ടതാണ്. ഇന്ത്യയിൽ ഫാസിസം ഇവിടെ ജോബിഷ് സൂചിപ്പിക്കുകയുണ്ടായി. ഒരുപക്ഷെ 1923 ഇന്ത്യൻ ഫാസിസത്തിൻ്റെ മാനിഫെസ്റ്റോ എന്ന് പറയുന്ന എസെൻഷ്യൽസ് ഓഫ് ഹിന്ദുത്വ VD സവർക്കർ എഴുതുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 100 വർഷം ആയി. ഈ പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് RSS എന്ന് പറയുന്ന ഇന്ത്യയിലെ ഈ ഹിന്ദു ഫാസിസ്റ്റ് സംഘടന രൂപം കൊള്ളുന്നത്. അത് 1925 എന്ന് പറഞ്ഞാൽ അതിനും ഇപ്പോൾ 2 വർഷം കഴിയുമ്പോൾ 100 വർഷമാവുകയാണ്. എന്ന് പറഞ്ഞാൽ ലോകത്ത് ഒരു ഫാസിസ്റ്റ് മാതൃകയും ഇങ്ങനെ 100 വർഷം നീണ്ടു നിന്നിട്ടില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇതൊന്നും ജനാധിപത്യത്തിൻ്റെ ഉള്ളിൽ പരാജയപ്പെട്ടല്ല. യുദ്ധത്തിലാണ് ഹിറ്റ്ലറും മുസോളിനിയും പോയത്, തുടച്ചു നീക്കപ്പെട്ടത്. നമുക്ക് നമ്മുടെ മുന്നിലുള്ള പ്രശ്നം ജനാധിപത്യത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഇവരെ തുടച്ചു നീക്കുക എന്നുള്ളതാണ്. ഇന്ത്യ എന്ന് പറയുന്ന ആശയവും ഇന്ത്യ എന്ന് പറയുന്ന ഒരു ജനാധിപത്യ അനുഭവവും മുന്നോട്ട് പോകുവാനുള്ള ഏക പോംവഴി എന്ന് പറയുന്നത്.